കേരള തെരഞ്ഞെടുപ്പിലെ UDF സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലാണ്. 2 സീറ്റുകൾ വെച്ചുമാറാൻ ലീഗും കോൺഗ്രസും തമ്മിൽ ധാരണയായിരിക്കുന്നു. കോങ്ങാട് പുനലൂർ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും. പട്ടാമ്പി ചടയമംഗലം സീറ്റുകൾ ലീഗിന് നൽകും. കളമശ്ശേരി ഗുരുവായൂർ സീറ്റുകളിൽ ധാരണയായില്ല. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിച്ചേക്കും. കോങ്ങാട് രമ്യ ഹരിദാസ്, KA തുളസി എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. പുനലൂരിൽ അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്തും സൈമൺ അലക്സുമാണ് പരിഗണനയിൽ. പട്ടാമ്പിയിൽ MA സമദ് സ്ഥാനാർത്ഥിയാകും. ചടയമംഗലത്ത് സുൽഫിക്കർ സലാം, നൌഷാദ് യൂനുസ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. റോഷിപാൽ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, സീറ്റ് വിഭജനത്തിന്റെ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ചില സീറ്റുകൾ വെച്ചുമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും നിർണായകമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെയാണ് മുൻഗണന? വിനീത, 100 സീറ്റ് ലക്ഷ്യമിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുള്ള ചർച്ചകൾ കടക്കുന്നത്. ഇന്നലെ ചേർന്ന KPCCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എത്രയും പെട്ടെന്ന് സീറ്റ് വിഭജനം ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന് തീരുമാനിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടടക്കം സീറ്റ് വിഭജന ചർച്ചകൾ നടന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ചർച്ചകൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നു. അതിനിടയിലാണ് മുസ്ലിം ലീഗുമായുള്ള സീറ്റ് ധാരണ, ചില സീറ്റുകൾ വെച്ചുമാറാനുള്ള അതിൽ തീരുമാനമാവുകയാണ്. വിജയസാധ്യത നിശ്ചയിച്ചു. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ സീറ്റുകൾ വെച്ചുമാറുന്നത്. അതിൽ പട്ടാമ്പി മുസ്ലിം ലീഗ് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. പട്ടാമ്പിയിൽ യൂത്ത് ലീഗിന്റെ നേതാവ് സമദിനെ മത്സരിപ്പിച്ചാൽ അവിടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗിനുള്ളത്. അത് കോൺഗ്രസും അംഗീകരിച്ചു. അങ്ങനെ പട്ടാമ്പിയും കോങ്ങാടും തമ്മിൽ വെച്ചുമാറാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. കോങ്ങാട് KA തുളസി, ഒപ്പം രമ്യ ഹരിദാസ് എന്നിവരെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. അതേസമയം തന്നെ പുനലൂർ സീറ്റ് ചടയമംഗലവുമായി വെച്ചുമാറാനുള്ള തീരുമാനമാണ്. അതും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നു. പുനലൂരിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അത് അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്ത്, ഒപ്പം സൈമൺ അലക്സ്, 2 പേരെയാണ് പരിഗണിക്കുന്നത്. ചടയമംഗലത്ത് മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത് സുൽഫിക്കർ സലാം, ഒപ്പം നൌഷാദ് യൂനുസ് മുസ്ലിം ലീഗിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷനാണ്. ഒപ്പം സുൽഫിക്കർ സലാം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇങ്ങനെ 2 പേരെ പരിഗണിക്കപ്പെടുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. തിരുവമ്പാടി മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും എന്ന വിവരങ്ങളാണ് ഒടുവിൽ വരുന്നത്. തിരുവമ്പാടി തൽക്കാലം കൈമാറേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അത് സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നുണ്ട്. അതേസമയം ഗുരുവായൂർ സീറ്റിൽ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക ഘടകങ്ങൾ സീറ്റ് വെച്ചുമാറുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആ സീറ്റിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. കളമശ്ശേരിയും കൊച്ചിയും തമ്മിൽ വെച്ചുമാറിക്കഴിഞ്ഞാൽ അത് വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന ഒരു സംശയം മുസ്ലിം ലീഗിന് ഉണ്ട്. ആ കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ഏറെ വൈകാതെ മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാകും. ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട സീറ്റുകൾ വേണമെന്ന് കർശനമായി കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ചർച്ചകൾ നാളെയും തുടരാനാണ് സാധ്യത. ഏതായാലും 2-3 ദിവസത്തിനകം തന്നെ UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകും. അതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക, സാധ്യതാ പട്ടിക തയ്യാറാക്കി ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. വിനീത.